നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. 2023 കറണ്ട് അഫയേഴ്സ് നമ്മൾ പൂർണ്ണമായിട്ടും തീർത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കണ്ട് പഠിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. പഠിക്കുക മാത്രമല്ല അത് നന്നായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട് എന്നും കരുതുന്നു. നന്നായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് 2024 കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ്? കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊല്ലം ജില്ലയിലുള്ള കൊട്ടാരക്കര നഗരസഭയാണ്. ഏതാണ്? കൊട്ടാരക്കര നഗരസഭ. അത് ഓർത്ത് വയ്ക്കുക. ഇനി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല നിർമ്മിത ബുദ്ധി പ്രോസസ്സർ, അതായത് AI പ്രോസസ്സർ എന്ത് ചെയ്തു? വികസിപ്പിച്ചെടുത്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല നിർമ്മിത ബുദ്ധി പ്രോസസ്സർ വികസിപ്പിച്ചെടുത്തു. ഏതാണ് ആ സർവകലാശാല? നല്ല ചോദ്യമാണ്. അത് മറ്റൊന്നുമല്ല, കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഏതാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിന് നൽകിയിരിക്കുന്ന പേരെന്ത് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. അത് കൈരളിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഒരു ഏകീകൃതമായിട്ടുള്ള തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നടത്തിവരുന്ന ക്യാമ്പയിൻ, പ്രചരണ പരിപാടി, അതിന് കൊടുത്തിരിക്കുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ തന്മുദ്രയാണ്. ചോദ്യം മനസ്സിലായോ? കേരളത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രചരണ പരിപാടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തന്മുദ്ര എന്നാണ് അതിൻ്റെ പേര്. അവിടെ വേറൊരു കാര്യം കൂടി ഓർക്കണം. ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായി, അല്ലെങ്കിൽ കേരളത്തിലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏകീകൃതമായിട്ടുള്ള തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ഒരു വെബ്സൈറ്റ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരും എന്ത് തന്നെയാണ്? തന്മുദ്ര എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ടാണ് നമ്മൾ ഇനി വരുന്നത്. കേരള സർക്കാർ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സീ ഫുഡ് കഫേ ആരംഭിച്ചു. കേരള സർക്കാർ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സീ ഫുഡ് കഫേ ആരംഭിച്ചു. കേരള സർക്കാർ എന്ന് പറയുമ്പോൾ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ സീ ഫുഡ് കഫേ ആരംഭിച്ചത്. സീ ഫുഡ് കഫേ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും, മത്സ്യവിഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കോഫി ഷോപ്പ് ആരംഭിച്ചു. എവിടെയാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് ആഴാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കേരള സർക്കാർ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സീ ഫുഡ് കഫേ ആരംഭിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്ത് ആഴാകുളത്താണ്. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമുണ്ട്. മത്സ്യബന്ധന രംഗം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ പഠിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എന്നാണ്, കഫേ എന്നല്ല. സീ ഫുഡ് പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മത്സ്യത്തിൻ്റെ സംസ്കരണവും കാര്യങ്ങളും ശീതീകരണവും ഒക്കെയാണ്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അരൂരാണ്. ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് വരുന്നത്. വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ 2023 വർഷത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ മെഗാ സീ ഫുഡ് പാർക്ക്
സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അതും ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ. അപ്പം 3 പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് കഫേ, കേരള സർക്കാർ ആരംഭിച്ച സീ ഫുഡ് കഫേ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ആഴാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേസമയം കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിൽ അരൂരാണ്. അതേസമയം കേരളത്തിലെ ആദ്യത്തെ മെഗാ സീ ഫുഡ് പാർക്ക് വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് ചേർത്തലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്കോ ടൂറിസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലോട്ട് വരാം. തുളസി വനം പദ്ധതി. തുളസി വനം പദ്ധതി നടപ്പിലാക്കി വരുന്ന എക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? കേരളത്തിലെ എക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോന്നി എക്കോ ടൂറിസം കേന്ദ്രമാണ്. ഏതാണ്? കോന്നി എക്കോ ടൂറിസം കേന്ദ്രം. തുളസി വനം പദ്ധതി നടപ്പിലാക്കി വരുന്ന കേരളത്തിലെ എക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? അത് കോന്നി എക്കോ ടൂറിസം കേന്ദ്രമാണ്. തുളസി വനം എന്ന് പറയുമ്പോൾ 30-ലധികം തുളസി ഇനങ്ങൾ, 30-ലധികം തുളസി ഇനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഉദ്യാനമാണ്. അങ്ങനെ ഒരു ഉദ്യാനം, തുളസി വനം ഉള്ളത് ഏത് എക്കോ ടൂറിസം കേന്ദ്രത്തിലെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്. അപ്പോൾ ഈ ചോദ്യം പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ പ്രതീക്ഷിക്കാം, ആ ഭാഗത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് മേഘമല വെള്ളിവരയൻ. ഒരു പുതിയ ഇനത്തിലുള്ള ജീവിയാണ്. ഈ അടുത്ത കാലത്ത് പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഈ ജീവിയെ കണ്ടെത്തി. ഇത് ഏത് തരം ജീവിയാണ്? മേഘമല വെള്ളിവരയൻ അല്ലെ. പുതിയ ഇനം ജീവികൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടെത്തിയത് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആമ, തവള പോലുള്ള ജീവികളുടെ കാര്യം പഠിച്ചിട്ടുണ്ട്. തുമ്പി ഇനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മേഘമല വെള്ളിവരയൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ഒരു ജീവിയാണ്, ജീവവിഭാഗമാണ്. ഏതെന്ന് ചോദിച്ചാൽ ചിത്രശലഭമാണ്. ഏതാണ്? ചിത്രശലഭം. അപ്പോൾ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് വിഭാഗത്തിൽപ്പെട്ട പുതിയ ഇനം ജീവിയാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ചിത്രശലഭ വിഭാഗമാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് വടക്കൻ കങ്കാരു ഓന്ത്. വടക്കൻ കങ്കാരു ഓന്ത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയ ഓന്തിനത്തിലുള്ള ഒരു പുതിയ ജീവിയാണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇത് കണ്ടെത്തിയത് എവിടെ നിന്ന് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ഇത് ഇടുക്കിയിലെ കുളമാവ് എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ഓന്താണ് ഏത്? വടക്കൻ കങ്കാരു ഓന്ത്. അപ്പോൾ വടക്കൻ കങ്കാരു ഓന്ത് എന്ന പുതിയ ഇനത്തിലുള്ള ഓന്ത് വിഭാഗത്തെ കേരളത്തിൽ കണ്ടെത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ കുളമാവ് പ്രദേശത്താണ്. അതുപോലെ പശ്ചിമഘട്ട മേഖലയിൽ കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ചിത്രശലഭം ഏതെന്ന് ചോദിച്ചാൽ മേഘമല വെള്ളിവരയനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് കൊള്ളാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് 2024 ജനുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഡ്രൈ ഡോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലുകളൊക്കെ കരയിലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ പല കാര്യങ്ങളുമൊക്കെ എന്താണ് ശരിയാക്കി എടുക്കാൻ. ഇപ്പം കപ്പലിൻ്റെയൊക്കെ താഴെ തട്ടിൽ ചിലപ്പോൾ പായൽ പറ്റിയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ആ ഭാഗത്ത് വല്ല കേടുപാടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കപ്പൽ കരക്കടുപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഏത്? ഡ്രൈ ഡോക്ക്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കേരള ദുരന്ത നിവാരണ അതോറിറ്റി. ആ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഏത്? പ്രാപ്യം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ് ഏത്?
പ്രാപ്യം എന്ന് ആദ്യം മനസ്സിലാക്കുക. ദുരന്ത മേഖലകളിൽ പെട്ടുപോകുന്ന ബധിരരോ മൂകരോ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് രക്ഷിക്കണമെങ്കിൽ അതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കി വരുന്ന ആംഗ്യ ഭാഷാ പരിശീലനത്തിന് നൽകിയിരിക്കുന്ന പേരാണെന്ത്? പ്രാപ്യം. അല്ലെ, ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ പ്രാപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കി വരുന്ന ആംഗ്യ ഭാഷാ പരിശീലനമാണ് ഏത്? പ്രാപ്യം. അല്ലെ, ദുരന്ത മേഖലകളിൽ പെട്ടുപോകുന്ന ബധിരരും മൂകരുമായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകുന്നു. അതാണ് ഏത്? പ്രാപ്യം എന്ന് പറയുന്ന പദ്ധതി. ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഒരു ചരിത്ര സംഭവത്തിൻ്റെ, കേരളത്തിലെ ഒരു ചരിത്ര സംഭവത്തിൻ്റെ 215 വാർഷികം ആഘോഷിക്കുകയുണ്ടായി. കേരളത്തിൽ വെച്ച് നടന്ന ഒരു ചരിത്ര സംഭവത്തിൻ്റെ 215 വാർഷികം 2024 ആഘോഷിച്ചു. ഏതാണ് ആ ചരിത്ര സംഭവം എന്ന് ചോദിച്ചാൽ കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം, 1809. അപ്പോൾ 2024 ആവുമ്പോഴേക്കും അതിൻ്റെ 215 വാർഷികമാണ്. അപ്പോൾ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 215 വാർഷികമാണ് 2024 ആഘോഷിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറേ ചരിത്ര സംഭവങ്ങൾ തരും. ഏതാണ് ഉത്തരം? കുണ്ടറ വിളംബരം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. കൊട്ടാരക്കര ഭദ്ര, ഒരു സ്ത്രീയുടെ പേരാണ് കൊട്ടാരക്കര ഭദ്ര. അല്ലെ, കൊട്ടാരക്കര സ്ഥലനാമമാണ്, അറിയാലോ. ഭദ്ര എന്നാണ് ആ സ്ത്രീയുടെ പേര്. കൊട്ടാരക്കര ഭദ്ര ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു കലാകാരിയാണ്. 2024 ജനുവരിയിൽ മരണപ്പെട്ട ഒരു കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. ഇവരെ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊട്ടാരക്കര ഭദ്ര 2024 ജനുവരിയിൽ മരണപ്പെട്ട കൊട്ടാരക്കര ഭദ്ര ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് കലയുമായിട്ടാണ്? അത് കഥകളിയുമായിട്ടാണ് എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയിലോട്ട് നമുക്ക് വരാം. ദബാരി ക്യൂരുവി. ഏതാണ്? ദബാരി ക്യൂരുവി എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്ത് ആദ്യമായിട്ട് ആദിവാസികൾ മാത്രം അഭിനയിച്ച ഒരു സിനിമയാണ്. ലോകത്ത് ആദ്യമായിട്ട് ആദിവാസികൾ, അതായത് ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ഒരു സിനിമയാണ് ദബാരി ക്യൂരുവി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തത് ഒരു മലയാളിയാണ്. ആരാണ് ആ മലയാളി എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അത് പ്രിയ നന്ദനാണ്. ആരാണ്? പ്രിയ നന്ദൻ. അല്ലെ, നിങ്ങൾ നെയ്ത്തുകാരൻ എന്ന് പറയുന്ന ഒരു സിനിമ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നെയ്ത്തുകാരൻ നമ്മുടെ മരിച്ചുപോയ നടൻ മുരളി അഭിനയിച്ച ഒരു സിനിമയാണ്. ആ സിനിമയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആ നെയ്ത്തുകാരൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആളാണ് പ്രിയ നന്ദൻ. അതുപോലെ തന്നെ വേറൊരു സിനിമയുണ്ട്, പുലിജന്മം. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും, പുലിജന്മം. അല്ലെ, ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം പ്രിയനന്ദന് നേടിക്കൊടുത്ത സിനിമയാണ് ഏത്? പുലിജന്മം. അപ്പോൾ ആ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത പ്രിയനന്ദൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഏത്? ദബാരി ക്യൂരുവി എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ പ്രത്യേകത എന്താണ്? ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമ, ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ഗോത്ര ഭാഷയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏത് ഗോത്ര ഭാഷ? ഇരുള എന്ന് പറയുന്ന ഗോത്ര ഭാഷയിലാണ് പ്രിയനന്ദൻ ദബാരി ക്യൂരുവി എന്ന് പറയുന്ന സിനിമ എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. സിനിമയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു സിനിമ നളിനകാന്തി എന്ന് പറയുന്ന ഒരു സിനിമ. നളിനകാന്തി എന്ന് പറയുന്നത് സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന് പറയുന്ന ആൾ സംവിധാനം ചെയ്ത സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് നളിനകാന്തി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന
ഒരു സാഹിത്യകാരന്റെ ജീവിത കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? നളിനകാന്തി. അല്ലെ, ആരാണ് സംവിധാനം ചെയ്തത്? സുസ്മേഷ് ചന്ദ്രോത്താണ് സംവിധാനം ചെയ്തത്. അപ്പൊ ഈ നളിനകാന്തി എന്ന് പറയുന്ന സിനിമ ഏത് സാഹിത്യകാരന്റെ ജീവിത കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചാൽ ടി പത്മനാഭന്റെ ജീവിത കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ടി പത്മനാഭനെ കുറിച്ചുള്ള സിനിമയാണ് ഏത്? നളിനകാന്തി. സംവിധായകൻ ആരാണ്? സുസ്മേഷ് ചന്ദ്രോത്ത്. സുസ്മേഷ് ചന്ദ്രോത്ത്. ടി പത്മനാഭൻ ശ്രദ്ധിച്ച് വയ്ക്കണം. 2023 കേരള ജ്യോതി പുരസ്കാരം, അല്ലെ, പത്മ അവാർഡ് മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം, അതിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. അപ്പോൾ 2023 രണ്ടാമത് കേരള ജ്യോതി പുരസ്കാരം വാങ്ങിച്ചത് ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്? ടി പത്മനാഭനാണ്. അല്ലെ, ആദ്യം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. 2023 രണ്ടാമത് കിട്ടിയത് ടി പത്മനാഭനാണ്. അത് ഓർത്തു വയ്ക്കണം. ഗൗരി എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, ഗൗരി എന്ന് പറയുന്ന കൃതി. ആ കൃതിയുടെ രചയിതാവാണ് ടി പത്മനാഭൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, അങ്ങനെ ഒരു നോവലുണ്ട്. ആ നോവലും രചിച്ചിരിക്കുന്ന ആരാണ്? ടി പത്മനാഭനാണ്. ആ ടി പത്മനാഭന്റെ ജീവിത കഥയെ ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് നളിനകാന്തി. ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ്, സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. അല്ലെ, ആദ്യത്തെ സിനിമ എന്നറിയാമോ? ആദ്യത്തെ സിനിമയുടെ പേര് പത്മിനി എന്നാണ്. ആദ്യത്തെ സിനിമയുടെ പേരെന്താണ്? പത്മിനി. അല്ലെ, ഈ പത്മിനി ആരെന്നറിയാമോ? TK പത്മിനി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട കേരളത്തിലെ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു ചിത്രകാരി ഉണ്ടായിരുന്നു, TK പത്മിനി. ആ TK പത്മിനിയെ കുറിച്ചുള്ള സിനിമയാണ് പത്മിനി. അല്ലെ, TK പത്മിനിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട വളരെ പ്രസിദ്ധയായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ചിത്രകാരിയാണ് TK പത്മിനി. അപ്പൊ അവരെ കുറിച്ചുള്ള സിനിമ പത്മിനി ആയിരുന്നു സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ആദ്യ സിനിമ, അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ സിനിമ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം, ഒരു കൃതിയുടെ പേരാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ MK സാനു ആണ്. പ്രൊഫസർ MK സാനു. അല്ലെ, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ MK സാനു ആണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാവുന്ന 3 പോയിന്റുകളാണ് പറഞ്ഞത്. അതിനകത്ത് തന്നെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു, അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2023-24 MK സാനു പുരസ്കാരം, 2023-24 MK സാനു പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർക്കാണ്. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2023-24 MK സാനു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് MT വാസുദേവൻ നായർക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കൃതിയിലോട്ട് വരാം. നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് സന്തോഷ് കുമാറിന്റെ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ. അല്ലെ, കൃതി എന്ന് പറയുമ്പോൾ അതൊരു കഥാസമാഹാരമാണ്. നാരകങ്ങളുടെ ഉപമ രചിച്ചതാരാണ്? സന്തോഷ് കുമാർ. അല്ലെ, ഇവിടെ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ ഈ പേരുകൾ ഇങ്ങനെ വെളിയിൽ വന്നത് എന്തുകൊണ്ടാണ്? 16ാമത് ബഷീർ പുരസ്കാരം. 16ാമത് ബഷീർ പുരസ്കാരം, ബഷീർ സ്മാരക ട്രസ്റ്റ് ഉണ്ട് തലയോലപ്പറമ്പിലെ ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നറിയാമോ? സന്തോഷ് കുമാറിനാണ്. സന്തോഷ് കുമാറിനാണ്. അതിന് അദ്ദേഹത്തെ അർഹനാക്കിയത് നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കഥാസമാഹാരമാണ്. അപ്പൊ അത് ഓർത്തു വെക്കണം. 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സന്തോഷ് കുമാർ. കൃതി ഏതാണ്? നാരകങ്ങളുടെ ഉപമ. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഹരിവരാസന പുരസ്കാരം. 2024 ഹരിവരാസന പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് മനസ്സിലാക്കി വെക്കണം. PK വീരമണി ദാസിനാണ്. ആർക്കാണ്? PK വീരമണി ദാസിനാണ് 2024
2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഇത് 2024 കാര്യമാണ്. 2023 കാര്യവും ചോദിക്കാനായിട്ട് കൊള്ളാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസിനാണ്. ഒരു തമിഴ് ഗായകനാണ്. ആര്? PK വീരമണി ദാസ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് 2021 സ്വാതി സംഗീത പുരസ്കാരം. 2021 സ്വാതി സംഗീത പുരസ്കാരം സംഗീത രംഗത്ത് നൽകുന്ന, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. ഏത് പുരസ്കാരം? സ്വാതി പുരസ്കാരം അല്ലെ? കേരള സർക്കാർ സംഗീത മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. 2021 എന്ന് പറയുമ്പോൾ പഴയ കാര്യമാണെന്ന് വിചാരിക്കരുത്. ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2024 അത് ആർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കി വെക്കുക. PR കുമാര കേരള വർമ്മ. PR കുമാര കേരള വർമ്മ അറിയപ്പെടുന്ന കർണാടക സംഗീതജ്ഞനാണ്. ആര്? PR കുമാര കേരള വർമ്മ. അപ്പൊ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ PR കുമാര കേരള വർമ്മയ്ക്കാണ്. ഈ പുരസ്കാരം ആദ്യം കിട്ടുന്നത് ആർക്കെന്നറിയാമോ? ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. 1997 കേരള സർക്കാർ ഈ പുരസ്കാരം ആദ്യമായിട്ട് നൽകുന്നത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആദ്യ ഗായിക വനിത ആരെന്നറിയാമോ? DK പട്ടമ്മാൾ. ആരാണ്? DK പട്ടമ്മാൾ. അപ്പോൾ സ്വാതി സംഗീത പുരസ്കാരം ഏർപ്പെടുത്തിയത് 1997. ആദ്യം ലഭിച്ചത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആദ്യ വനിത, നേടിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ DK പട്ടമ്മാളാണ്. 2024 2021 സ്വാതി സംഗീത പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് ലഭിച്ചത് PR കുമാര കേരള വർമ്മയ്ക്കാണ്. ശരി, അടുത്ത ഒരു ഭാഗത്തോട്ട് 2023 ഓടക്കുഴൽ പുരസ്കാരം. 2023 ഓടക്കുഴൽ പുരസ്കാരം നമുക്കറിയാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് അല്ലെ? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നതെന്നറിയാം. ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണെന്ന് നമുക്കറിയാം. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാൽ PN ഗോപി കൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? PN ഗോപി കൃഷ്ണൻ. ഓർത്തു വെക്കുക, PN ഗോപി കൃഷ്ണൻ അല്ലെ? 2023 24 പ്രഖ്യാപിച്ചത്. അവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കവിത മാംസഭോജിയാണ്. PN ഗോപി കൃഷ്ണന്റെ കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ്. ഈ കവിതാ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം PN ഗോപി കൃഷ്ണന് ലഭിക്കുന്നത്. കവിത മാംസഭോജിയാണ്. അവിടെ വേറൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കണം. 2022 ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് അറിയാമോ? അംബികാസുധൻ മങ്ങാടിനാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ്. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് കിട്ടിയത്? അംബികാസുധൻ മങ്ങാടിന് അല്ലെ? ഇത് നമ്മൾ 2023 കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 രാജ്യാന്തര കായിക ഉച്ചകോടി. 2024 രാജ്യാന്തര കായിക ഉച്ചകോടി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഇത് സംഘടിപ്പിച്ചത്. രാജ്യാന്തര കായിക ഉച്ചകോടി 2024 സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളമാണ്. അതായത് കായിക രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ കായിക രംഗത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാജ്യാന്തര കായിക ഉച്ചകോടി 2024 സംഘടിപ്പിച്ചു. അത് സംഘടിപ്പിക്കപ്പെട്ടത് പ്രധാനമായിട്ട് അത് ഉദ്ഘാടനമൊക്കെ നടന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലാണ്. അപ്പോൾ 2024 രാജ്യാന്തര കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അതെവിടെ വെച്ചാണ് നടന്നത്? തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ വെച്ചിട്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗം
ഭാഗമായിട്ട് എല്ലാവർക്കും കായികക്ഷമത എന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയാണ് കെ വാക്ക്. എന്താണ് കെ വാക്ക്? അപ്പോൾ കെ വാക്ക് എന്ന് പറയുന്ന പരിപാടി ഏതുമായി ബന്ധപ്പെട്ടതാണ്? രാജ്യാന്തര കായിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. എല്ലാവർക്കും കായികക്ഷമത എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പറഞ്ഞ ഒരു പരിപാടിയാണ് കെ വാക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2024 രാജ്യാന്തര കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അത് തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സൈനിക സ്കൂൾ, അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സൈനിക സ്കൂൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലുള്ള ഒരു സൈനിക സ്കൂളാണ്. ഈ അടുത്ത കാലത്ത് 2024 ജനുവരിയിലാണ് അത് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉത്തർപ്രദേശിൽ വൃന്ദാവൻ സാംവിത് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അങ്ങനെ ഇപ്പോൾ അത് പഠിക്കണമെന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിൽ വൃന്ദാവനിലാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു കടൽപ്പാലം എന്ന് പറയുമ്പോൾ മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടൽപ്പാലം. ഈ കടൽപ്പാലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. ഈ കടൽപ്പാലം ഏതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ കടൽപ്പാലത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്തത് 2024 പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ മുംബൈ നവി മുംബൈ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽപ്പാലം, ആ കടൽപ്പാലത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? അടൽ സേതു പാലം. അടൽ ബിഹാരി വാജ്പേയി, മുൻ പ്രധാനമന്ത്രി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അടൽ സേതു പാലം, അല്ലെ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു പാലം. അപ്പോൾ ആ പോയിന്റ് മനസ്സിലിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അദാനിയുടെ ഉടമസ്ഥതയിൽ വരുന്ന വിൻഡ് പാർക്കാണ്. വിൻഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൽ നിന്ന് വൈദ്യുതി, അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. 2025 ആവുമ്പോൾ ഇത് പൂർത്തിയാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്, ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഹാവി ഷുവർ. ഏതാണ് ഹാവി ഷുവർ? എന്താണ് ഹാവി ഷുവർ? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗം. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗത്തിന് എതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ്. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. നമുക്ക് ജീവശാസ്ത്രം പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്. അതിൻ്റെ ഭാഗത്ത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഈ ചോദ്യം വരാം. ഹാവി ഷുവർ ഏത് രോഗത്തിനെതിരാണ്? ഹെപ്പറ്റൈറ്റിസ് എ, അല്ലെ? ചോയ്സിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നും ബി എന്നും ഒക്കെ തന്നിരിക്കും. ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ്, നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. എന്താണ് ഈ പദ്ധതി? ഇന്ത്യയിലെ ഏതാണ്ട് 1 കോടി അധികം വീടുകളുടെ മേൽപ്പുറത്ത്, അതായത് പുറപ്പുറത്ത് സൗരോർജ പാനലുകൾ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. അതായത് ഊർജ്ജക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന
ആക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, വൈദ്യുത ബില്ല് 0 ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാൻ മന്ത്രി സൂര്യോദയ പദ്ധതി. അപ്പോൾ രാജ്യത്തെ 1 കോടിയിലധികം വരുന്ന വീടുകളിലെ റൂഫ് ടോപ്പുകളിൽ സൗരോർജ്ജ പാനലുകൾ നൽകിക്കൊണ്ട് അവിടെ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാൻ മന്ത്രി സൂര്യോദയ പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പരാക്രം ദിവസ്. പരാക്രം ദിവസ്, പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ജനുവരി 23 അല്ലെ. ജനുവരി 23 എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ഇന്ത്യയിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കുന്നു. 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് അല്ലെ. ജനിച്ചത് എവിടെയാണ്? കട്ടക്കിലാണ്. അയാൾ ശരിക്കും ബംഗാളുകാരനാണ്, പക്ഷെ അദ്ദേഹം ജനിച്ചത് ഒഡീഷയിലെ കട്ടക്കിലാണ്. ജനുവരി 23 പരാക്രം ദിവസ്, സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. അടുത്തത് ദേശീയ കയ്യെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ദേശീയ കയ്യെഴുത്ത് ദിനം, നാഷണൽ ഹാൻഡ് റൈറ്റിംഗ് ഡേ. ദേശീയ കയ്യെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്, ജനുവരി 23. ദേശീയ കയ്യെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജനുവരി 23. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം ദേശീയ സമ്മതിദായകരുടെ ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് എന്താണ്? ജനുവരി 25 അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 25. അപ്പോൾ ആ ജനുവരി 25 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിലെ ദേശീയ സമ്മതിദായകരുടെ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ 2024 സമ്മതിദായക ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രമേയം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ അല്ലെ. ഇവിടെ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സമയമാണ്. അപ്പോൾ 2024 ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, വോട്ടിങ്ങിന് അപ്പുറം ഒന്നുമില്ല, നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ അല്ലെ. ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കണം, അത് ശക്തിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൗരാവകാശം, നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് 2024 സമ്മതിദായകരുടെ ദിനത്തിൻ്റെ പ്രമേയം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി, ഹവിൽദാർ പ്രീതി രജക്. ഹവിൽദാർ പ്രീതി രജക്, ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ പേരിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ സൈന്യത്തിൽ ആദ്യമായിട്ട് സുബേദാർ റാങ്കിലോട്ട് ഒരു വനിത വന്നു. ഇന്ത്യൻ സൈന്യത്തിൽ സുബേദാർ റാങ്കിലെത്തുന്ന ആദ്യ വനിതയാണ് ഹവിൽദാർ പ്രീതി രജക് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട വേറൊരു പേരുണ്ട്, ഷാലിസ ദാമി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഷാലിസ ദാമി അല്ലെ. 2023 വായുസേനാ ദിനം. 2023 വായുസേനാ ദിനം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 8. ആ ഒക്ടോബർ 8 വായുസേനയുടെ പരേഡിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നയിച്ചത് ഒരു വനിതയാണ്. ആ വനിത ആരാണ്? ഷാലിസ ദാമി. ആ പേര് ഓർത്തു വയ്ക്കുക. അതുപോലെ ഇന്ത്യൻ കരസേനയിൽ സുബേദാർ ആകുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ഹവിൽദാർ പ്രീതി രജക്കാണ്. അപ്പോൾ ഇത് 2024 ജനുവരി മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ് നമ്മൾ സംസാരിച്ചത്. ഇതിവിടെ പൂർണ്ണമല്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. പത്മ അവാർഡ് പോലുള്ളവയൊക്കെ കൊടുത്തതൊക്കെ ജനുവരിയിലാണ്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.